ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം. ഇന്നിപ്പോൾ ഈവനിങ് ആയി, ഞങ്ങളിത് പാർക്കിൽ വന്നേക്കാണ്. ഞാൻ ഡാനിയെയും കൂട്ടി വന്നേക്കാണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേബീസിൻ്റെ വാക്സിനേഷൻ ദുബായിൽ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നൊക്കെയാണ് കേട്ടോ. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. എനിക്ക് ആക്ച്വലി ഞാൻ ഡാനിയുടെ ഡാനി അവിടെ കളിക്കുകയാണ് കാണിച്ചത്. കണ്ട, ഡാനി അവിടെ കളിക്കുക, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കുന്നത്. എനിക്ക് ആക്ച്വലി ഞാൻ ഡാനിയുടെ വാക്സിൻ എടുക്കാൻ പോയപ്പോൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വാക്സിൻ എടുക്കാൻ പോയതിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു വീഡിയോൻ്റെ കമൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ DHAയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, പേയ്മെൻറ്റ് ചെയ്ത് ഒരു വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാക്സിൻ എടുക്കാം, അങ്ങനെ എന്തോ ഒരു കമൻറ്റാണ് വന്നിരുന്നത്. സോ ആ ഒരു കമ്പനിയുള്ള റിപ്ലൈയും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തരുന്നുണ്ട് കേട്ടോ. സോ ഡാനി നടന്നതേ ഊഞ്ഞാലിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ അവന് ഊഞ്ഞാലിൽ കയറണത്ര. സോ അവന് ഊഞ്ഞാലിൽ കിട്ടിയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് സോ നമ്മളിവിടെയാണ് പറഞ്ഞു നിർത്തിയത് ബേബീസിൻ്റെ വാക്സിനേഷൻ ദുബായിലുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ആക്ച്വലി ഇൻഷുറൻസ് ഉണ്ട്. സോ നമ്മുടെ മിക്ക ചിലവും ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ ഇൻഷുറൻസിൽ പോയിക്കോളും. സോ അതുകൊണ്ടാണ് നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിനേഷൻ എടുത്തത്. ഇതാണ് ആ കമൻറ്റിനുള്ള ഫസ്റ്റ് റിപ്ലൈ. എന്ന് പറഞ്ഞാൽ അതാണ് റിപ്ലൈ. നമ്മളിവിടെ ആസ്റ്ററിലാണ് കേട്ടോ വാക്സിൻ എടുത്തത്. ഡാനിക്ക് 1 ഇയറിന്റെ വാക്സിനാണ് എടുത്തത്. ഡാനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഊഞ്ഞാലും എടുത്തു. ഡാനിയുടെ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവള് മലയാളി തന്നെയാണ്. ഇനി അവർ രണ്ടുപേരും കൂടെ കളിച്ചോളൂ. ജാൻമി എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഇവിടെ ഉള്ളപ്പം എനിക്ക് കുറച്ചൊക്കെ റിലാക്സ് ചെയ്യാം. കാരണം കുറെയൊക്കെ ഇവള് ഇവന്റെ പിന്നാലെ നടന്നോളും. അവനെ ഡാനിനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടാറായിട്ടില്ലല്ലോ. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ എടുത്ത് വായിലെടുത്ത്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം ഒരു 5 മണി 5:30 സമയത്താണ്. ഈ സമയത്ത് വെയിൽ കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ ഡി കിട്ടാൻ ഈ സമയത്ത് വരണം. അപ്പം നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തി? കിട്ടി. നമ്മളിവിടെ ആസ്റ്ററിലാണ് ഡാനിക്ക് വാക്സിൻ എടുത്തത്. ഇവന് 1 വയസ്സിൻ്റെ വാക്സിനേഷൻ. അതായത് 1 വയസ്സ് 1 മാസം കഴിഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് അങ്ങോട്ട് മാറിയോണ്ടൊന്നും കുഴപ്പമില്ല. ചിക്കൻ ബോക്സിൻ്റെ വാക്സിനേഷനാണ് എടുത്തത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആകെ 3 മാസം ആവണേ ഉള്ളൂ. സോ നമുക്ക് നല്ല ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത്, എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് വാക്സിനേഷൻ്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ ലൈക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോവാം, അല്ലെങ്കിൽ പ്രൈവറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റാണ് ഇവിടെ ഒരു വാക്സിന് വരുന്നത്. നല്ല റേറ്റ് വരും. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രം പ്രൈവറ്റിൽ പോയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിൽ പോവുക. 1 വർഷത്തെ പേയ്മെൻറ്റ് ഉണ്ടാവും. എത്രയോ എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. അത് കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരു ഫ്ലൈറ്റ് പോവുകയാണ്. അപ്പോൾ കറക്റ്റ് എത്രയാണ് എമൗണ്ട് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഗവൺമെൻറ്റിൽ ഫുൾ പേയ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. എന്തായാലും പ്രൈവറ്റിൽ ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറവായിരിക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ പിന്നെ നമുക്ക് 1 വർഷം ലൈക്ക് അൺലിമിറ്റഡ് എന്നല്ല, 1 വർഷം ഫ്രീ അല്ല, നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 1 വർഷം അങ്ങനെ വാക്സിൻ എടുക്കാം. പ്രൈവറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഫീ, വാക്സിൻ്റെ ചാർജ്, മെഡിസിൻസിൻ്റെ ചാർജ്, തരുന്ന മെഡിസിൻ്റെ ഒക്കെ ചാർജ് എല്ലാം നമ്മൾ പേ ചെയ്യേണ്ടി വരും സെപ്പറേറ്റ് ആയിട്ട്. സോ നമുക്ക് ഇവിടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. എഡ്വിന് കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. സോ നമ്മൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വാക്സിൻ്റെ ചാർജ് നമുക്ക് കുറച്ച് എമൗണ്ട് മാത്രമേ പേ ചെയ്യേണ്ടി വരുള്ളൂ. ബാക്കി ഉള്ള ഇതൊക്കെ ഇൻഷുറൻസിൽ തന്നെ കവറായി പോയിക്കോളും. ഈവൻ മെഡിസിൻ, ഡോക്ടറുടെ ഫീസ്, അതൊക്കെ വാക്സിൻ്റെ ചാർജ് അതൊക്കെ അതിൽ കവറായി പോയിക്കോളും. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ എടുത്ത ഈ വാക്സിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് ഒരു 160 ദിർഹംസിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ, എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ കിട്ടിയ മെഡിസിൻ
ഇപ്പം കാണിച്ചിട്ട് അതും ആക്ച്വലി ഒരു 140 ദിറംസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഡോക്ടറിൻ്റെ ഫീസും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റ് അറിഞ്ഞുകൂടാ. സോ നമുക്ക് അത്ര ഫുൾ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ടി വന്നിട്ടില്ല, ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമേ പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. സോ പിന്നെ ഇവിടെ ആസ്റ്റർ ഇവിടെ അടുത്തുണ്ട്, സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആസ്റ്ററിലാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ വാക്സിനേഷൻ്റെ ചാർട്ട് നമ്മളുടെ നാട്ടിലുള്ള ചാർട്ട് തന്നെയാണ് ഫോളോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവർ നമുക്ക് വേറെ സെപ്പറേറ്റ് ചാർട്ടൊന്നും പ്രിന്റ് ചെയ്ത് തന്നൊന്നുമില്ല. ഇവിടുത്തെ നാട്ടിലുള്ള സെയിം ചാർട്ടിൽ തന്നെയാണ് അവർ എല്ലാം അറ്റാച്ച് ചെയ്തത്. സ്കൂളിലേക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാട്ടിലുള്ള സെയിം ചാർട്ട് തന്നെ മതി. ഞാൻ ആ ചാർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് അത് യൂസ് ചെയ്യാണ് ചെയ്തത്. ഇനിയിപ്പോൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് വരുന്നെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നാട്ടിലത്തെ സെയിം ചാർട്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യണേന്നാണ് പറഞ്ഞത്. ഇനി ആസ്റ്ററിലാണോ ഇവിടുത്തെ ഗവൺമെന്റിന്റെ അങ്ങനെ എന്തെങ്കിലും ആണോ അതെനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. സോ ഇവിടെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ വാക്സിനേഷൻ ചാർട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉള്ളതെന്ന് പറഞ്ഞത് അവള് ഖത്തറിലാണ് കേട്ടോ. അപ്പോൾ ഖത്തറിലെ സിസ്റ്റം വെച്ച് അവർക്ക് വേറെ ചാർട്ടൊക്കെ ഉണ്ട്. ഇവിടെ വേറെ ചാർട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അതോ ഈ ഹോസ്പിറ്റലിൽ മാത്രമാണോ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. സോ ഇവർ ഫോളോ ചെയ്യുന്നത് നാട്ടിലത്തെ സെയിം വാക്സിനേഷൻ ചാർട്ടും സെയിം പ്രൊസീജിയേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് എല്ലാം അപ് ടു അവർ ഇൻഷുറൻസ്, എത്ര കവറാവും, എന്തൊക്കെ കവറാവും, എത്ര പെർസെൻറ്റേജ് കവറാവും എന്നുള്ളതൊക്കെ അപ് ടു അവർ ഇൻഷുറൻസ്. അത് നമ്മൾ ഫസ്റ്റ് ഇത്തവണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അവിടെ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം നമ്മുടെ ഇൻഷുറൻസ് അവിടെ എടുക്കുമോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മളങ്ങനെ ചെയ്തിരുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം അവർ നമുക്ക് എൻക്വയറിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അതപ്പോൾ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ അന്വേഷിച്ചു, അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഇൻഷുറൻസ് ഇവിടെ എടുക്കും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവർ ഫയൽ ഓപ്പൺ ആക്കിയത്, ഡാനിയുടെ ഫയൽ ഓപ്പൺ ആക്കിയത്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ലൈക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് അങ്ങനെയൊക്കെ തന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അത് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത്. ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസങ്ങളെടുക്കും ഇൻഷുറൻസ് പാസ്സായിട്ട് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരത് ഇന്ന് ഇപ്പോൾ നമ്മൾ പോയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ അത് ഇൻഷുറൻസിന് അയക്കും. ഐ മീൻ അപ്രൂവലിന് അയക്കും. അപ്രൂവലിന് അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിലൊക്കെ അത് അപ്രൂവ് ആവും. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ നേഴ്സ് വിളിച്ചിരുന്നു, ഇനി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നേഴ്സ് വിളിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെന്ന് വാക്സിൻ എടുത്തു. അതാണ് കംപ്ലീറ്റ് പ്രൊസീജിയർ ഉണ്ടായിരുന്നത്. സോ എല്ലാവർക്കും ബേബീസിൻ്റെ വാക്സിനേഷൻ ദുബായിൽ ഉള്ള ഞങ്ങൾ ചെയ്ത പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അത്രയുള്ള ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.